Hi, hello everyone. It's Mr. Jitake said Jewelry Care Tips by Arakel Gold and Diamonds. ഡയമണ്ടിനെ പറ്റിയും നമ്മുടെ എക്സ്ക്ലൂസീവ് ഡയമണ്ട് കളക്ഷൻ ആയിട്ടുള്ള ലോ ആ കളക്ഷനെ പറ്റിയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നമ്മുടെ യൂട്യൂബിലും ടിക്ടോക്കിലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡയമണ്ടിനെയും ഡയമണ്ട് കെയർ ചെയ്യുന്നതിനെ പറ്റി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് സോഷ്യൽ മീഡിയ വഴി വരാറുണ്ട്. ഇതിലെ കുറച്ച് ഫ്രീക്വന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. പ്രധാനമായും നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് 4Cs? 4Cs എന്നാൽ കളർ, കട്ട്, ക്ലാരിറ്റി, ക്യാരറ്റ് എന്നിങ്ങനെയാണ്. ഡയമണ്ടിന്റെ മൂല്യനിർണ്ണയം നടത്തുന്നതിന്റെ പ്രധാന 4 ഘടകങ്ങളാണ് 4Cs. ഇതിലെ ആദ്യത്തെ ഘടകമായിട്ടുള്ള കളർ തന്നെ നമുക്ക് എടുക്കാം. ആക്ച്വലി ഏറ്റവും എക്സ്പെൻസീവും പ്യൂറും ആയിട്ടുള്ള ഡയമണ്ട്സ് എല്ലാം ട്രാൻസ്പെറന്റും കളർലെസ്സും ആയിരിക്കും. ഇനി ഡയമണ്ട്സിന്റെ ഇമ്പ്യൂരിറ്റീസും സ്ട്രക്ചറൽ ഡിഫറൻസും ഡയമണ്ടിന്റെ കളർ വേരിയേഷൻസ് വരുത്താറുണ്ട്. ഇനി നമുക്ക് ഡയമണ്ട്സിന്റെ മൂല്യനിർണ്ണയം നടത്തുന്നതിന്റെ രണ്ടാമത്തെ ഘടകമായിട്ടുള്ള കട്ട് എന്താണെന്ന് നോക്കാം. നിശ്ചിതമായ ഷേപ്പിലും മെഷർമെന്റിലും അതിവിദഗ്ധമായി കട്ട് ചെയ്ത് പോളിഷ് ചെയ്താണ് ഡയമണ്ടിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നത്. 4Csലെ മൂന്നാമത്തെ ഘടകമായിട്ടുള്ള ക്ലാരിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. ഡയമണ്ട്സ് ഫോം ആവുന്നതിന് കൂടെ തന്നെ ഇൻക്ലൂഷൻസും ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. 4Csലെ നാലാമത്തെ ഘടകമായിട്ടുള്ള ക്യാരറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ക്യാരറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് വെയിറ്റ്. രണ്ടാമതായി പ്രധാനമായി നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡയമണ്ട് ആഭരണങ്ങൾ എങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ടെന്നുള്ളത്. ഡെയിലി ഡയമണ്ട് ആഭരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഡസ്റ്റും ഓയിലും വന്നുപെടാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതുകൊണ്ട് തന്നെ ഡയമണ്ട് ആഭരണങ്ങൾ കറുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ചെറിയ ചൂടുവെള്ളത്തിൽ സോഫ്റ്റ് ബ്രഷും സോപ്പ് ലായനിയും ഉപയോഗിച്ച് നമുക്ക് ഡയമണ്ട് ആഭരണം വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, രാസവസ്തുക്കളൊന്നും ഉപയോഗിച്ച് ഡയമണ്ട് ജ്വല്ലറി ആഭരണങ്ങളൊന്നും വൃത്തിയാക്കാതിരിക്കുക. ഇനി നമുക്ക് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡയമണ്ട് ആഭരണങ്ങൾ എങ്ങനെ സൂക്ഷിക്കണം എന്നുള്ളത്. ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യം, ഡയമണ്ട് കട്ട് ചെയ്യുന്നത് ഡയമണ്ട് ഉപയോഗിച്ച് തന്നെയാണ്. മോസ്കേലിൽ ഏറ്റവും കാഠിന്യമേറിയ വസ്തു ഡയമണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഡയമണ്ട് ജ്വല്ലറി ആഭരണങ്ങൾ ഡിഫറെൻറ്റ് ബോക്സുകളിലാക്കി സോഫ്റ്റ് ക്ലോത്ത് ഉപയോഗിച്ച് പൊതിഞ്ഞ് സൂക്ഷിച്ച് വയ്ക്കേണ്ടതാണ്. ഇനി ഡയമണ്ട് ജ്വല്ലറി ആഭരണങ്ങൾ പരിശോധിപ്പിക്കേണ്ടതുണ്ടോ? വർഷത്തിലൊരിക്കലെങ്കിലും ഡയമണ്ട് ജ്വല്ലറി ആഭരണങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്കറിയാമോ, ഡയമണ്ട് ജ്വല്ലറി ആഭരണങ്ങളിൽ ഡയമണ്ട് ഫിക്സ് ചെയ്യുമ്പോൾ പശയോ മറ്റു വസ്തുക്കളൊന്നും ഉപയോഗിക്കാറില്ല. മാത്രമല്ല ഡിഫറെൻറ്റ് സ്റ്റോൺ സെറ്റിംഗ് മെത്തേഡുകൾ ഉപയോഗിച്ചാണ് ഡയമണ്ട് ജ്വല്ലറി ആഭരണങ്ങൾ മേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വർഷത്തിലൊരിക്കലെങ്കിലും ഡയമണ്ട് ജ്വല്ലറി ആഭരണങ്ങൾക്ക് സ്ട്രക്ചറൽ ഇഷ്യൂസ് ഉണ്ടോ എന്നറിയാനായിട്ട് വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിക്കുന്നത് നല്ലതായിരിക്കും. കളറിന്റെ അടിസ്ഥാനത്തിൽ D to Z വരെയാണ് ഡയമണ്ട് ഗ്രേഡ് ചെയ്യുന്നത്.